ഞാൻ വളരെ ചുരുക്കി പറയുന്നത്, അന്തല്ലദീ ലമ്മാ റഫഅത ഇലസ്സമാ ബിക ഖദ് സമത് വതസയ്യനത് ലിസുറാക. അന്തല്ലദീ, ഓ തങ്ങളെ, ലമ്മാ റഫഅത ഇലസ്സമാ, ആകാശത്തിലേക്ക് തങ്ങളെ ഉയർത്തപ്പെട്ടപ്പോൾ, ആകാശത്തിലേക്ക് തങ്ങളെ ഉയർത്തപ്പെട്ടപ്പോൾ, ബിക്ക തങ്ങളെ കൊണ്ട്, ഖദ് സമത് വതസയ്യനത് ലിസുറാക, തങ്ങളെ കണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ വരവ്, ആ വരവിന്റെ സന്തോഷം കൊണ്ട് ആകാശം മുഴുവനും ഉയരുകയും ആകാശത്തിന് വല്ലാത്ത ഭംഗി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയും ചെയ്തു. പൊന്നാര മുത്ത് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അല്ലാഹു തആല ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അവിടുത്തെ സാന്നിധ്യത്തിൽ സന്തോഷം നിറഞ്ഞ് ആകാശം അലങ്കൃതമാവുകയും ഉയരുകയും ചെയ്തിരിക്കുന്നു നബിയെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് മഹാനായ ഇമാമുൽ ആദം തങ്ങൾ പറയുകയാണ്, മിഅ്റാജിന്റെ ആ യാത്രയെ ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ്. ഇമാം ബൂസൂരി തങ്ങളും അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ച് കവിത എഴുതിയ മുഴുവൻ ആളുകളും മിഅ്റാജിന്റെ യാത്ര തൊടാതെ പോയിട്ടില്ല. എല്ലാവർക്കും പറയാൻ കാരണം മിഅ്റാജിന്റെ യാത്ര അത് വലിയ ഒരു അംഗീകാരം നമ്മുടെ പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു ആദരവാണ്. 1000 വർഷം ജീവിച്ച ആദം നബി അലൈഹിസ്സലാമിന് കൊടുക്കാത്ത, 950 വർഷം ജീവിച്ച നോഹ് നബി അലൈഹിസ്സലാമിന് നൽകാത്ത, മറ്റ് പ്രവാചകന്മാർക്ക് ആർക്കും തന്നെ കൊടുക്കാത്ത ഒരു വല്ലാത്ത ആദരവാണ് ഇസ്റാ മിഅ്റാജ് യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കവികളൊക്കെ പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് എഴുതുമ്പോൾ, ആ മദ്ഹ് പാടുമ്പോൾ പറയുമ്പോഴൊക്കെ മിഅ്റാജിനെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അപ്പോ മഹാനവറുകൾ പറയുകയാണ്, സമാ എന്ന അറബി പദം ആകാശം, സമാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്നു നിൽക്കുന്നത് എന്നാണ്. അള്ളാഹുവിന്റെ പടപ്പുകളിൽപ്പെട്ട ഒരു പടപ്പാണ് ആകാശം. അതേപോലെ ഭൂമി, ആകാശവും ഭൂമിയൊക്കെ റബ്ബിന്റെ പടപ്പാണ്. അർശും കുർസും ലൗഹും കലമും എല്ലാം അള്ളാഹുവിന്റെ പടപ്പുകളാണ്. ഓരോ പടപ്പുകൾക്കും വലുപ്പ ചെറുപ്പ വ്യത്യാസങ്ങളുണ്ട്. ഓരോന്നിനും കഴിവുകൾ വ്യത്യസ്തമാണ്, അല്ലേ? ആകാശത്തിന്റെ വലിപ്പം എത്രയാണ്? ആകാശം എത്ര ഉയർന്നാണ് നിൽക്കുന്നത്? അപ്പം വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ആകാശം, ആ ആകാശത്തിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആകാശത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ആകാശമാകുന്ന ഏറ്റവും വലിയ പടപ്പ്, ആ പടപ്പിനെക്കാട്ടിലും വലിയ മഹത്വമുള്ള അംഗീകാരമുള്ള ഒരു പടപ്പ് വേറെയുണ്ട്. അതാരാണ്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ ആകാശം പടയ്ക്കാനും കാരണക്കാരൻ ആര് തന്നെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നബിയെ തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒന്നിനെയും അള്ളാഹു പടയ്ക്കുമായിരുന്നില്ല. അതേപോലെ പരിശുദ്ധ ഖുർആനിക ആയത്തിൽ കാണാം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആലമീന് അനുഗ്രഹമായിട്ടാണ് തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. ആലമീന് അനുഗ്രഹമായിട്ടാണ് തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. എന്താണ് ഈ ആലമീൻ? ആലമീൻ എന്ന് പറഞ്ഞാൽ, ആലം എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി തആല, ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? മാ സിവൽ ബാരി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആലമിൽ പെടും. മനസ്സിലാക്കി വെക്കണം. എന്താണ് ആലം എന്ന് പറഞ്ഞാൽ? എന്താണ്? അല്ലാഹു തആല ആരാണ്? റബ്ബുൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. നമ്മൾ പറയാറില്ലേ, അല്ലാഹു തആല ആരാണ്? റബ്ബുൽ ആലമീൻ.
റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സർവ ലോകത്തിന്റെയും റബ്ബ, സർവ ലോകത്തിന്റെയും റബ്ബ് ആരാണ്? അല്ലാഹു തആലയാണ്. മുത്തുനബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹു തആല റബ്ബുൽ ആലമീൻ ആണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? റഹ്മത്തുൻ ലിൽ ആലമീൻ, റഹ്മത്തുൻ ലിൽ ആലമീൻ. സർവ ലോകർക്കും അനുഗ്രഹമാണ്. സർവ ലോകരുടെയും റബ്ബാണ് അല്ലാഹു തആല. എന്നാൽ സർവ ലോകർക്കും അനുഗ്രഹമാണ്, റഹ്മത്താണ് പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോ സർവ ലോകർക്കും എന്ന് പറയുമ്പോ ആകാശം അതിൽപ്പെട്ടു, ഭൂമിയും അതിൽപ്പെട്ടു, അർശും ലൗഹും കലമും കുർസും എല്ലാം അതിൽപ്പെട്ടു. അപ്പം അർശ്, അതല്ലെങ്കിൽ കുർസ്, ലൗഹ്, കലമ്, ആകാശം, ഭൂമി, അള്ളാഹുവിന്റെ സർവ പടപ്പുകൾക്കും എന്താണ്? ഒരു അലങ്കാരമാണ്. ആര്? സയ്യിദുൽ വജൂദ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്തേ കാരണം? എന്തേ കാരണം? ഈ ആകാശത്തിനെ പടയ്ക്കാനും ഈ ആകാശത്തിന് കാരുണ്യമാണ്. ആര്? ആകാശത്തെ പടയ്ക്കാൻ കാരണവും അതുപോലെ ഈ ആകാശത്തിന് കാരുണ്യവും ആണ്. ആര്? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഭൂമിക്ക്, അർശിന്, ലൗഹിന്, കലമിന്, കുർസിന്, എല്ലാത്തിനും റഹ്മത്താണ്. ഇവിടുത്തെ വൃക്ഷങ്ങൾ, മാമലകൾ, അതേപോലെ സമുദ്രങ്ങൾ, ആ സമുദ്രത്തിന്റെ അടിയിൽ ഊളിയിട്ട് നടക്കുന്ന മത്സ്യങ്ങൾ, ആകാശത്തിൽ പാറിപ്പറക്കുന്ന പറവകൾ, മനുഷ്യരും മനുഷ്യേതര ജീവികളും സർവചരാചരങ്ങളും സർവ്വതിനും അനുഗ്രഹമാണ്, റഹ്മത്താണ് സയ്യിദുൽ വജൂദ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് മാ മിൻ ഹജരിൻ വലാ ഷജരിൻ, സ്വഹാബത്ത് പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോ മാ മിൻ ഹജരിൻ വലാ ഷജരിൻ, വഴിയിൽ കാണുന്ന തറയിൽ കിടക്കുന്ന കല്ലുകളും വഴിയിൽ നിൽക്കുന്ന ചെടികളും ഒക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുമായിരുന്നു. നബി തങ്ങൾക്ക് സലാം പറയുമായിരുന്നു. സഹാബത്ത് പറയുകയാണ്, വൽ വഹ്ശു വല്ലസ് ജാറുക സജദത് ലഹു വഅലൈഹിക സല്ലംന ബഅദ തശഹുദി. എന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹജറും കല്ലുകളും ഷജറും വൃക്ഷങ്ങളും സർവ്വതും മൃഗങ്ങൾ ഓടി വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയാറില്ലേ? അതിന്റെ വരികളൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് വിശദീകരിക്കാം. എങ്ങനെയാണ് ഈ മൃഗങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയമുള്ളത്? എങ്ങനെയാണ് ഈ വൃക്ഷങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയമുള്ളത്? ആകാശത്തിന്, ഭൂമിക്ക്, ചരലുകൾക്ക്, മൃഗങ്ങൾക്ക് ഒക്കെ അള്ളാന്റെ റസൂലിനെ എങ്ങനെയാണ് പരിചയമുള്ളത്? അവകൾക്കറിയാം, അവകളെയൊക്കെ പടയ്ക്കപ്പെടാൻ കാരണക്കാരൻ, അവകൾക്കൊക്കെ അള്ളാഹു കാരുണ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത്, ഇതിനൊക്കെ കാരണക്കാരൻ ആരാണ്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് അവകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുന്നത്, സലാം പറയുന്നത്, അഭയം തേടി വരുന്നത്. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ. അപ്പൊ സർവ്വതിനും അനുഗ്രഹമാണ്, സർവ്വതിനും അനുഗ്രഹമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ അനുഗ്രഹം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ പറയും റഹ്മത്തുൽ ലിൽ ആലമീൻ. അത് കേവലം അങ്ങ് പറഞ്ഞു പോകേണ്ട ഒരു വിഷയമല്ല, ചിന്തിക്കണം. എന്ത് റഹ്മത്ത്? ആലമീൻ എന്ന് പറഞ്ഞാൽ എന്ത്? ആലമീൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഈ ലോകർ അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നതിൽ എന്തൊക്കെ ആരൊക്കെ പെടുന്നുണ്ട്? അള്ളാഹു അതിൽ പെടുമോ? അള്ളാഹു പെടൂല. കാരണം എന്താ? അള്ളാഹു ഖാലിഖാണ്, സൃഷ്ടാവാണ്. ആ റബ്ബ് പടച്ചതാണ് ലോകത്തിനെ.
ലോകം എന്ന് പറയുമ്പോൾ എന്താണ്? മാ സിവൽ ബാരി തആല, അല്ലാഹു തആല ഒഴികെയുള്ളതൊക്കെ ലോകത്തിൽ പെടും. അത് ജിന്നാകട്ടെ, ഇൻസാകട്ടെ, മലക്കാകട്ടെ, അതുപോലെ വൃക്ഷങ്ങളാകട്ടെ, മൃഗങ്ങളാകട്ടെ, അതല്ലെങ്കിൽ പർവ്വതങ്ങളാകട്ടെ, ആകാശമാകട്ടെ, ഭൂമിയാകട്ടെ, ഇവിടെ എന്തൊക്കെയുണ്ടോ അല്ലാഹു തആല അല്ലാത്ത മറ്റ് എന്തൊക്കെയുണ്ടോ അതിനൊക്കെ എന്തു പറയും? അതിനൊക്കെ എന്തു പറയും? ലോകം എന്ന് പറയും. ഈ ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്. ഈ ലോകത്തെയൊക്കെ പടയ്ക്കപ്പെടാൻ കാരണക്കാരനാണ് അഷ്റഫുൽ മുശറഫായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മൊത്ത മുഅ്മിനീങ്ങളെ നന്നായി ചിന്തിക്കാൻ ഉള്ള ഒരു വരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അടുക്കാൻ, കൂടുതൽ അറിയാൻ, ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അകത്തൊരു വരി, ഒരു വാക്ക് സമത്. സമത് എന്ന അറബി പദത്തിന് എന്താണ്? ഉയർന്നു എന്നാണ് അർത്ഥം. ആകാശം കത് സമത്, തങ്ങളുടെ വരവ്. അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് 7 ആകാശവും താണ്ടിയിട്ടല്ലേ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് മുത്തുനബി തങ്ങളെ കൊണ്ടുപോയത്. ഓരോ ആകാശത്തിലും ഇരുന്ന പ്രവാചകന്മാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മർഹബ, സ്വാഗതം അരുളിയില്ലേ? അപ്പോ ഈ ആകാശങ്ങളൊക്കെ ഉയർന്നതാണ്. 1-ാം ആകാശം, 2-ാം ആകാശം, 3-ാം ആകാശം, ഇങ്ങനെ തട്ടുകളായി അടുക്കി വച്ചിരിക്കുന്നത് പോലെ 7 ആകാശങ്ങളും താണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി. സമത്, ആകാശം ഉയർന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ്, നബി തങ്ങളുടെ ആ വരവ് കാരണത്താൽ അവർക്ക് ഒരു ഗമ. എന്താണ്? ഓ പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നിലേക്ക് വന്നല്ലോ എന്ന ഒരു ഗമ അല്ലേ? അങ്ങനല്ലേ നമ്മൾ പറയാം. ചില നാടുകളിൽ ഗമ, അവന് വലിയ ഗമയാണ്, അല്ലെങ്കിൽ അവക്ക് വലിയ ഗമയാണ്, ഡംബാണ് എന്നൊക്കെ നമ്മൾ പറയൂലേ. ആ ഗമ, അതാണ് ആകാശത്തിനുണ്ടായത്. എന്താണ് ആകാശത്തിന് ഇത്ര ഗമ? ആകാശത്തിന് ഇത്ര ഗമ എന്താണ്? നീ എൻ്റെ മേലെയാണെങ്കിലും ആകാശമേ, നിന്നെയും പടയ്ക്കാൻ കാരണദൂതരായ നബി എൻ്റെ മടിത്തട്ടിലാണ് എന്ന് ഭൂമി പറയും. ആകാശത്തിനോട് പറയും ഭൂമി. എന്താ പറയാ? നീ എന്നെക്കാട്ടിലും ഉയർന്നു നിൽക്കുകയാണെങ്കിലും പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജനിച്ചത് എവിടെയാണ്? എൻ്റെ മടിത്തട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തേക്ക് ചെന്നപ്പോ ആകാശത്തിനൊരൽപ്പം സമാധാനമായി. എന്നാലും ഇപ്പോഴും ഭൂമി പറയുന്നത് എന്താണ്? ഭൂമി ഇപ്പോഴും പറയുന്നതാണ്, നീ എത്ര ഉയർന്നു നിന്നാലും എൻ്റെ പള്ളയിലാണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഭൂമിക്ക് ആകാശത്തെക്കാട്ടിലും ഭൂമിക്ക് എന്താണ് ഗമ പറയാൻ കഴിയും. എന്നിൽ നിന്നാണ് മുത്തുനബിയെ അല്ലാഹു തആല പടച്ചത്. എൻ്റെ മടിത്തട്ടിലാണ് ഇപ്പോഴും അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കിടന്ന് ഉറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ ആകാശത്തിന് സന്തോഷമുണ്ടായി. മഹാനവറുകളുടെ മറ്റൊരു പ്രയോഗമാണെന്ത്? ആകാശത്തിന് സന്തോഷമുണ്ടായി. എന്താണ്? ലിസ്സുറാക്ക വതസയ്യനത് ലിസ്സുറാക്ക, തങ്ങളുടെ വരവ് കൊണ്ട്, സന്തോഷം കൊണ്ട് ആകാശം അലങ്കൃതമായി. വിശുദ്ധ റബീഉൽ അവ്വൽ മാസം വരുമ്പോ നമ്മൾ എന്തിനാണ് വീട്, പള്ളി അലങ്കരിക്കുന്നത്? എന്തിനാണ്? നാടും നഗരവും ഒക്കെ തോരണങ്ങൾ കെട്ടി കളർ ബൾബുകൾ ഇട്ട് അലങ്കരിക്കുന്നത് എന്തിനാണ്? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വരവ്, ഭൂമിയിലേക്കുള്ള ആ വരവിൽ സന്തോഷിച്ചിട്ടാണ് അല്ലേ? ഈ സന്തോഷം എപ്പോഴുണ്ടായിരുന്നു? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടയ്ക്കുന്ന സമയത്ത് ആകാശത്തിനുണ്ടായി, ഭൂമിക്കുണ്ടായി. നമ്മൾ മങ്കൂസ് മൗലിദ് നമ്മൾ ഓതുമ്പോ അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, ഇഹ്തസ്സൽ അർശു തറബൻ വസ്തിബിശാറ വസാദൽ കുർസിയു ഹൈബതൻ വവഖാറ വംദലഅതി സമാവാതു അൻവഹാറ
വളജ്ജത്തിൽ മലായികതു തഹ്ലീലൻ വസ്തിഗ്ഫാറാ ഫഅസ്ബഹത് ആമിന റളിയല്ലാഹു തആല അൻഹാ തിൽക്കൽ ലൈലത്തു. നമ്മൾ പറയാറില്ലേ മങ്കൂസ് മൗലിദ് ഓതുമ്പോ ആകാശം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി, ആകാശം അലങ്കൃതമായി, ആകാശം അലങ്കരിക്കാൻ തുടങ്ങി, ഭൂമി അലങ്കരിക്കാൻ തുടങ്ങി. വളജ്ജത്തിൽ മലായികതു തഹ്ലീലൻ വസ്തിഗ്ഫാറാ, ഇസ്തിഗ്ഫാറും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും മുഴുവൻ മലക്കുകളും ഹൽക്ക നടത്തി, ദിക്ർ ഹൽക്ക പോലെ അവരിങ്ങനെ ഒരു ഹൽക്ക നടത്തി മുഴുവൻ മലായികത്തുകളും ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ പൂമുഖം വിടർന്നു വന്നു. അതേ മുഖം പ്രശോഭിക്കാൻ തുടങ്ങി. ഫവലദത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സമയത്ത് മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആമിന ബീവി റളിയല്ലാഹു അൻഹ അതേ ജന്മം കൊടുക്കുകയാണ്, പ്രസവിക്കുകയാണ്. ആ പ്രസവ സമയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് ഇവിടെ അല്ലാഹു തആല ആകാശവും ഭൂമിയും ഒക്കെ നന്നായി കളർഫുള്ളാക്കി കളഞ്ഞു, നല്ല അലങ്കൃതമാക്കി മനോഹരമാക്കി കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അന്നേരം മലക്കുകളുടെ പണി എന്തായിരുന്നു? വളജ്ജത്തിൽ മലായികതു തഹ്ലീലൻ വസ്തിഗ്ഫാറാ. മലക്കുകളൊക്കെ എല്ലാവരും കൂടിയിരുന്ന് ആമിന ബീബി റളിയല്ലാഹു അൻഹ പ്രസവിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ മലക്കുകള് എല്ലാവരും തഹ്ലീലും ഇസ്തിഗ്ഫാറും ഒക്കെ ചൊല്ലി അവരും ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വരവിൽ സന്തോഷിക്കുകയാണ്. കാരണം എന്താണ്? മലക്കുകൾക്കുള്ള സന്തോഷം എന്താ? മലക്കുകളാകുന്ന ഞങ്ങളെയും പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാൻ പോകുന്നു. മലക്കുകളാകുന്ന ഞങ്ങളോട് റബ്ബ് ചെയ്യുന്ന കാരുണ്യം, അത് ആരുടെ കാരുണ്യമാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ ഭൂജാതനാകാൻ വേണ്ടി പോവുകയാണ്. ഇതായിരുന്നു മലായികത്തിന്റെ സന്തോഷം. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കാൻ കഴിയുക? അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉമ്മത്ത് മുഹമ്മദാക്കി പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിലെ ഒരു മെമ്പറാക്കി, നമുക്ക് ലീഡറായി അല്ലാഹു തആല തന്നത് ആരെയാണ്? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലേ. അപ്പൊ പിന്നെ നമുക്ക് സന്തോഷിക്കണ്ടേ? നമ്മളെ പടയ്ക്കാൻ, നമ്മുടെ ഭാര്യനെ, മക്കളെ, നമുക്ക് ഈ കാണുന്നതൊക്കെ ആസ്വദിക്കാനും അനുഭവിക്കാനും ഒക്കെ നമുക്ക് സൗഭാഗ്യം തരാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജന്മദിനം വരുമ്പോ നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കാൻ കഴിയുക? അല്ലാഹു തആല നമുക്ക് ചിന്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ വരിയിൽ നമുക്ക് പൊന്നാര ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ കുറിച്ച് നമുക്ക് മഹാനായ ഇമാമുൽ ആദം തങ്ങൾ പഠിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പറയുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ രണ്ട് വരിയിൽ ഇന്നത്തെ ക്ലാസ്, ഒന്നാമത്തെ വരി രണ്ടാമത്തെ വരിയായി രണ്ട് ക്ലാസ്സുകളായി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. മഹദി ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറയുകയാണ്, കുന്തു ഫീ ഹുജ്റതി, ഞാന് എൻ്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട്, ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അഖീതു സൗബൻ ലി, എനിക്കുള്ള ഒരു വസ്ത്രം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. തുന്നുക, തയ്ക്കുക, അല്ലേ, സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെ ഞാൻ തയ്ച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഒരു വൈകുന്നേര സമയമായിരുന്നു. പെട്ടെന്ന് വിളക്ക് അങ്ങ് അണഞ്ഞുപോയി. ഇന്നത്തെ പോലെ ലൈറ്റ് ഒന്നുമില്ല. വിളക്ക് കത്തിച്ചു വെച്ച് ആ വിളക്കിന്റെ വെട്ടത്തിലിരുന്നാണ് മഹദി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ആ തുണി തുന്നിക്കൊണ്ടിരുന്നത്. ഹദീസിൽ കാണാം, തൻ്റെ കയ്യില് സൂചി ഇല്ലാഞ്ഞിട്ട്
അയലത്ത് വീട്ടിൽ ചെന്ന് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയോട്, ഹഫ്സ എന്ന് പറയുന്നവരോട് മഹദി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ഇരവ് മേടിച്ചുകൊണ്ട്, കടം മേടിച്ചു കൊണ്ടുവന്ന സൂചി കൊണ്ടാണ് ഈ തുണി ഇങ്ങനെ തുന്നിയത്. കടം മേടിച്ചാൽ പിന്നെന്ത് വേണം? ആ കടം മേടിക്കുന്ന സാധനം തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പം അതിങ്ങനെ തുന്നിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് വിളക്കണഞ്ഞു പോയി. കയ്യിൽ നിന്ന് ആ സൂചി താഴേക്ക് വീണു. മഹദി അവറുകൾ ഇരുട്ടത്തിരുന്നു കൊണ്ട് എനിക്ക് വല്ലാത്ത പരിഭ്രമം, ടെൻഷനായി. എന്തേ കാരണം? ഇത് കടം മേടിച്ച സംഗതിയാണ്, തിരികെ കൊടുക്കണം. ഈ ഇരുട്ടത്ത് മഹദി അവറുകൾ ഇങ്ങനെ തടകി നോക്കി, കയ്യിൽ സൂചി തടഞ്ഞു കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് റൂമിലേക്ക് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പ്രിയപ്പെട്ട ഭർത്താവ് കയറി വന്നു. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോ മഹദി പറയുകയാണ്, ഫവല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. ലഖദ് അല്ലാഅത് അർജാഉൽ ഹുജ്റതി മിൻ നൂരി വജ്ഹിഹി, വിളക്ക് അണഞ്ഞുപോയ എൻ്റെ റൂമിലേക്ക് പൊന്നാര ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിങ്ങനെ കടന്നു വന്നപ്പോ അല്ലാഅത്, ആ റൂം മുഴുവനും അതേ വല്ലാണ്ട് പ്രകാശിക്കാൻ തുടങ്ങി. പകല് പോലെ പ്രശോഭിക്കാൻ തുടങ്ങി. മിന്നൂരി വജ്ഹിഹി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖത്തിന്റെ ശോഭ കാരണത്താൽ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം കാരണത്താൽ മഹദി അവറുകൾ പറയുകയാണ്, എത്തരത്തിൽ ഹത്താ ലഖദിൽ തഖതസിൽ മുഖീതു മിൻ നൂരിൻ തലഅതുഹു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അതേ പ്രശോഭിച്ച ആ പ്രകാശം കാരണത്താൽ, ആ പ്രകാശത്തിൽ നിന്നോ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ ആ സൂചി എനിക്ക് ലഭിക്കുകയാണ്. അപ്പോ വളരെ നിസ്സാരപ്പെട്ട ഒരു സൂചി അത് താഴേന്ന് കിട്ടണമെങ്കിൽ കേവലം ഒരു പ്രകാശം കൊണ്ട് കഴിയോ? ഇല്ല, നല്ല വെട്ടം വേണം, നല്ല വെളിച്ചം വേണം. ആ രാത്രി സമയത്ത് വിളക്ക് അണഞ്ഞുപോയ സാഹചര്യത്തില് തറയിൽ വീണ ആ സൂചി, നമ്മളെപ്പോലെ ടൈലോ മാർബിളോ ഒന്നുമല്ല, റൂമിന്റെ തറ മണ്ണാണ്. ആ മണ്ണിലേക്ക് വീണ ആ സൂചി മഹദി അവറുകൾക്ക് തിരികെ കിട്ടുകയാണ്. എങ്ങനെയാണ് കിട്ടിയത്? പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖത്തിൽ നിന്ന് പ്രശോഭിച്ച ആ പ്രകാശത്തിൽ നിന്ന്, വെട്ടത്തിൽ നിന്ന് ലഭിക്കുകയാണ്. പിന്നെ ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ബി അബീ അന്ത യാ റസൂലല്ലാഹ് മാ അൽവഉ വജ്ഹക, മുത്തുനബിയെ എൻ്റെ പ്രിയപ്പെട്ട വാപ്പിച്ചായെ തങ്ങൾക്ക് ഞാൻ ദണ്ഡമായി സമർപ്പിക്കുന്നു. നബിയെ, മാ അൽവഉ വജ്ഹക, തങ്ങളുടെ മുഖത്തിന് ഇത്ര ശോഭയോ തങ്ങളെ, തങ്ങളുടെ മുഖത്തിന് ഇത്ര പ്രകാശമോ തങ്ങളെ. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, തങ്ങളെ വല്ലാത്ത പ്രകാശമല്ലോ തങ്ങളെ, തങ്ങളുടെ മുഖത്ത് ഇത്ര ശോഭയോ? ഫഖാല, ഇനി പറയുന്ന മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ആയിഷ അൽ വൈലു ലിമൻ ലാ യറാനി യൗമൽ ഖിയാമ, അൽ വൈലു ലിമൻ യറാനി യൗമൽ ഖിയാമ, അൽ വൈലു ലിമൻ ലാ യറാനി യൗമൽ ഖിയാമ.
3 തവണ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ഉമ്മയോട് പറയുകയാണ് 3 തവണ, അൽ വൈലു ലിമൻ ലാ യറാനി യൗമൽ ഖിയാമ. ഓ മോളെ ആയിഷ, അൽ വൈലു, സർവനാശങ്ങളും ആർക്കാണ്? ലിമൻ, ഒരുത്തന്, ലാ യറാനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നെ കാണാൻ ഭാഗ്യം ലഭിക്കാത്തവൻ. അതെ, ഖിയാമത്ത് നാളിൽ എന്നെ കാണാത്തവന് അവന് സർവനാശവും ഉണ്ടാകട്ടെ. ഖിയാമത്ത് നാളിൽ പരലോകത്ത് മഹ്ശറയിൽ അവിടെയൊക്കെ പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഭാഗ്യം ലഭിക്കാത്ത മനുഷ്യൻ അവന് സർവനാശങ്ങളും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ചോദിച്ചു, തങ്ങളെ വമന്ദല്ലദീ ലാ യറാക യൗമൽ ഖിയാമ, തങ്ങളെ ആരാണ് തങ്ങളെ ആ ഹതഭാഗ്യവാന്മാർ? ഖിയാമത്ത് നാളിൽ തങ്ങളെ കാണാൻ കഴിയാത്ത ആ ഹതഭാഗ്യവാന്മാർ, ആ ഭാഗ്യം കെട്ടവന്മാർ ആരാണ് തങ്ങളെ? ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ദുക്കിറത് ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ആരാണെന്നറിയുമോ? എൻ്റെ പേര് അവൻ്റെ അരികിൽ പറയപ്പെട്ടപ്പോ അതേ ആ പേര് കേട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ്. എൻ്റെ പേര് കേട്ടിട്ട്, എൻ്റെ പേര് പറയപ്പെട്ടപ്പോ അത് കേട്ടിട്ട് മൗനമായിട്ടിരുന്നു. ആ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാൻ അവൻ നാവ് ചലിപ്പിച്ചില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പൊന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരില് സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദ് മദ്ഹ് ഓതാതിരിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊണ്ട് കഴിയുമോ? ഇല്ല. കാരണം ആ മുഅ്മിനായ മനുഷ്യന്റെ ആഗ്രഹം, എനിക്ക് ദുനിയാവിൽ വെച്ചോ മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ഭാഗ്യം ലഭിച്ചില്ല, ആഖിറത്തിൽ വെച്ചെങ്കിലും എനിക്കെന്റെ പൊന്നാര മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കാണണം. ഇതല്ലേ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആഗ്രഹം? ആ ആഗ്രഹമുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാതിരിക്കുക? എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടാതിരിക്കുക? എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതാതിരിക്കുക? എങ്ങനെയാണ് പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാതിരിക്കുക? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മുഅ്മിനല്ല, അവൻ മുനാഫിഖാണ്, കപടവിശ്വാസിയാണ്, കള്ളനാണ്. ഇസ്ലാമിന്റെ വേഷം ധരിച്ച് നാമം സ്വീകരിച്ച കപടവിശ്വാസിയാണവൻ. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും അതിന് കഴിയുകയില്ല, സാധ്യമല്ല. അതുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ഫവൈലുൻ ലിമൻ ലാ യറാനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നെ കാണാൻ ഭാഗ്യം ലഭിക്കാത്തവൻ അവന് സർവനാശവും. ആർക്കാണ് നബിയെ ഖിയാമത്ത് നാളിൽ തങ്ങളെ കാണാൻ കഴിയാത്തത്? ആരാണ് നബി ആ ഹതഭാഗ്യവാന്മാർ? മുത്തുനബി തങ്ങൾ പറഞ്ഞ്, എൻ്റെ പേര് കേൾക്കുമ്പോ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്താതിരിക്കുമാറാകട്ടെ. അള്ളാഹു തആല കൂട്ടത്തിൽ നമ്മളെ പെടുത്താതിരിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഹദീസിൽ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശം നേരിട്ട് ആസ്വദിക്കുകയാണ്, അനുഭവിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശം നേരിട്ട് അനുഭവിച്ച് അറിയുകയാണ് ആര്? മഹദി ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി.
അതുകൊണ്ടാണ് ഈ ഹദീസിനെ എടുത്തിട്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലിദിന്റെ പല ബൈത്തുകളിൽ ഒരു ബൈത്ത് എന്താണ്, ഇന്ന ബൈത്തൻ, തീർച്ചയായും ഒരു വീട്, അന്ത സാക്കിനുഹു, തങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ, ലൈസ മുഹ്താജൻ ഇല സുറുജി, ആ വീട്ടിൽ പിന്നെ മറ്റു വിളക്കിന്റെ അല്ലെങ്കിൽ ലൈറ്റിന്റെ ആവശ്യം ഇല്ല. ഇതിന് പല അർത്ഥങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ബൈത്തൻ, തീർച്ചയായും ഒരു കൽബ്. അവിടെ ബൈത്ത് വീട് എന്നതിന് കൽബ് എന്ന് പറയുന്നവരുണ്ട്. തീർച്ചയായും ഒരു കൽബ്, അന്തസാക്കിനുഹു, ആ കൽബിൽ തങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ കൽബില് തങ്ങള് സാക്കിനുഹു, തങ്ങൾ ജീവിക്കുന്നുണ്ട്, തങ്ങൾ താമസിക്കുന്നുണ്ട് എങ്കിൽ, ലൈസ മുഹ്താജൻ ഇല സുറുജി, ഒരിക്കലും വഴിപഴച്ച് ഞാൻ പോവുകയില്ല. എൻ്റെ കൽബിൽ എൻ്റെ പൊന്നാര മുത്തുനബി തങ്ങൾ കുടിയിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ വഴിപഴച്ച് പോവുകയില്ല. അതാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലിദിന്റെ വരികളിലൂടെ, ബൈത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി, തങ്ങൾ ഒരു വീട്ടിൽ കുടി